ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് പൊട്ടി വരുന്നുണ്ട്. ഇത് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 5-6 കുഞ്ഞുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ പൊടിച്ചത് ഇടുന്നില്ല. മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം നമ്മളിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ചെറുപയറേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കുക. ഇത് വഴറ്റിയെടുത്ത് അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, അതൊന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഡ്രൈ ആയിട്ട് വേണ്ടവർ അങ്ങനെ ചെയ്യുക. അല്ല, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചിപ്പോൾ ലൂസായിട്ടുണ്ടത്. ഇത് പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് കാലത്ത് തന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഒരു 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ചെറുപയറൊക്കെ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വീണ്ടും ചെറുപയറിൻ്റെ തന്നെ വേറെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മൾ പുതിയതായി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആരും മറക്കരുത്. എല്ലാവരും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഡിഷസും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഡിഷസാണ് നമ്മൾ ഇവിടെ ഈ പേജിലിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.